മൈ ഗായ്സ് ഹലോ മൈ ഗായ്സ് നമ്മൾ കാര്യങ്ങളും വന്നിരിക്കുന്നത് GTA 5 കിട്ടിയില്ല GTA San Andreas ആയിട്ടാണ്. അപ്പം GTA San Andreasലെ കാര്യങ്ങൾ നമുക്ക് കുറേ ഗ്യാരേജ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഗ്യാരേജിൻ്റെ വീഡിയോ ആയിട്ടാണ് നമ്മൾ ആദ്യമായിട്ടാണ്. അപ്പം ഞാൻ GTA 5 കളിക്കുന്നത് ആദ്യമായിട്ടാണ്. ബട്ട് യൂട്യൂബിൽ നിന്ന് ആദ്യമായിട്ടാണ് GTA 5 കളിക്കുന്നത്. കാര്യങ്ങളും യൂട്യൂബിൽ നിന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ അത് ഇവിടെ മണി കളക്റ്റിയുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. അതൊക്കെ പൈസ കൊടുത്ത് കയറ്റിയതാണ്. ഇതാണ് ഗായ്സ് മൈ ഗ്യാരേജ്. ഇതിപ്പോൾ ഞാൻ ഒരു സ്ഥലം വരെ പോയിട്ട് വന്നപ്പോൾ അവിടെ നിന്നിട്ടൊരു വണ്ടിയാണ് സൈഡിൽ കൊണ്ടിട്ട്. ഗ്യാരേജിലുള്ളത് ഈ ബൈക്കിൻ്റെ പേര് അറിയില്ല, ഈ സൈക്കിളിൻ്റെ പേര് ഞാനിട്ടേക്കണത് തക്കുടു. ഇപ്പോൾ ഇട്ടേക്കണത് ഞാൻ പറയാം. ഈ കാറിൻ്റെ പേര് മാസ്ഡയോ എന്നാണ് എൻ്റെ ഇക്കാക പറഞ്ഞത്. അറിയൂല, കാരണം പേരറിയാമെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യൂ. നമ്മളെന്തായാലും ഒരു സ്ഥലം വരെ പോകണം, കാരണം നമ്മുടെ ഗ്യാരേജൊക്കെ കാണിക്കണ്ടേ. അപ്പം ഞാൻ വന്ന വണ്ടിയിൽ തന്നെ നമുക്ക് പോവാം. ഇത് ആരൊക്കെ വണ്ടിയാണ്. അപ്പോൾ നമ്മൾ നേരെ പോകണത് എവിടെയാണെന്ന് പറഞ്ഞാൽ വെയിറ്റ് ചെയ്യുക ഗൈസ്. നമുക്കവിടെ ഓളിച്ച് കുറച്ച് വിടാം, കാരണം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കണ്ടത് ഗൈസ്. ഞാൻ പോണത് എനിക്കും കാര്യങ്ങൾ 3 ഗ്യാരേജാണുള്ളത്. ഫസ്റ്റ് ഗ്യാരേജിലേക്കാണ് ഞാൻ പോകുന്നത് ഗൈസ്. CJ ഒക്കെ ഉണ്ട്. CJ ഫ്രണ്ട് നോക്കി കാണിച്ചു തരാം. കണ്ട വീലി കാണിച്ചു തരാവേ. ഇവിടെ ഒറ്റ ഒരുത്തരും വണ്ടി ഓടിക്കറിയില്ല. കണ്ടാവുന്ന ഇടിപ്പിക്കണേ. ഇതുവഴി ഞാനാണ് ഇപ്പോൾ ഇടിപ്പിച്ചത്. നമുക്ക് ഈ ഒരു ഭാഗത്തൂടി കയറി പോകണം. ഒരു മലപ്രദേശത്താണ് സീക്രട്ട് ഫോറസ്റ്റ് എന്നാണ് ഞാൻ വിളിക്കാറ്. മാപ്പൊക്കെ ഉണ്ട് നമുക്ക് ഗൈസ്. നമ്മുടെ ഗ്യാങ് ഉണ്ട്. നമുക്കൊരു പച്ച ഡ്രസ്സൊക്കെ ഇട്ട ആൾക്കാരെ റോട്ടിൽ കാണുവാണെങ്കിൽ അറിയാം. നമുക്കും കാര്യങ്ങളൊരു ഗ്യാങ് ഉണ്ട്. പിന്നെ സിഞ്ചാന് പകരം വേറെ ഇടത്തിലുണ്ട്. ചെറുക്കനെ വിളിക്കാം. ഇപ്പോൾ കണ്ടോ ഗൈസ്, കാറിൽ പോയത് പച്ച ഡ്രസ്സൊക്കെ ഇട്ട്. ഇവനാണ് സിഞ്ചാന് പകരമുള്ളവർക്ക്. തോക്കുള്ളവന്മാരെ വിളിക്കണ്ട. തോക്കുള്ളവന്മാരെ വിളിച്ച സീനാണ്. നമുക്കും കാര്യങ്ങൾ എന്തായാലും ഇവനെ വിളിക്കാം. വാടാ വന്ന് വണ്ടി കയറി. അത്രേ ഉള്ളൂ ഗൈസ്. നമ്മൾ ഇവനെയും കൊണ്ടാണ് നമ്മൾ പോകുന്നത് ഗൈസ്. GTA San Andreasന്റെ അടുത്ത വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾ പറയണം ഗൈസ്. ഞാനെന്താ വീഡിയോ ഇടാത്ത കേട്ടോ. എനിക്കാണെങ്കിൽ ചിന്ന ആക്സിഡൻറ്റ് പറ്റിപ്പോയി. ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റി. പിന്നെ പഠിത്തം കൂടിയായിട്ട് വീഡിയോ ഇടാനൊന്നും പറ്റില്ല. പിന്നെ മടി. ആ യൂട്യൂബ് ചാനൽ നിർത്തി സത്യം പറഞ്ഞു. എന്നിട്ട് ഇപ്പോൾ വീണ്ടും ഈ വീഡിയോ ഇട്ടതാണ്. അപ്പം കാര്യങ്ങൾ സെറ്റ് ഗൈസ്. എന്താണ് ടച്ച് കിട്ടുള്ളതേ. നമ്മൾ നേരെ അവിടെ കാണാം നമ്മുടെ സീക്രട്ട് ഫോറസ്റ്റ്. ഏറ്റവും അറ്റത്താണ് ഗൈസ് നമ്മുടെ വീടും കാര്യങ്ങളും ഇരിക്കുന്നത്. നമ്മുടെ വീടും കാര്യങ്ങളിലേക്കോ ഈ വഴി നമുക്ക് പോകാൻ പറ്റുമെന്ന് നോക്കി നോക്കാം. അവിടുത്തെ ഗ്യാരേജിൽ ഒരു റോൾസ് റോയ്സ് എടുക്കുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. പറയണെന്തിനാണ് കണ്ടാ പോരെ അല്ലേ ഗൈസ്. ആണ് പണ്ടത്തെ ഞാൻ എന്തെങ്കിലും തിരിച്ചു വരുമെന്ന് തോന്നുന്നില്ല. കാണിച്ചു തരാം. സിഞ്ചാന് പകരമുള്ളത് എൻ്റെ പേര് സാബു. ഇടാ ഇറങ്ങിയോടാ. ഒരു സ്കൂട്ടർ ഉണ്ട്. ഇത് ഫുള്ളൊരു വിൻറ്റേജ് ആയിരുന്നു. റോൾസ് റോയ്സിൻ്റെ വിൻറ്റേജ്. ഇതൊരു വിൻറ്റേജ് ആണ്. സാബു വന്ന് വണ്ടി കയറി പോകാനാടാ. അല്ല ചെറുക്കനെ അതിനകത്ത് പെട്ടു. ഡാ അസ്സലാമലൈക്കും, നമ്മളാണ് ബനം. വന്ന് കയറി അത് ഇനിയും കാര്യങ്ങൾ നമ്മൾ പോകണമെങ്കിൽ നമ്മുടെ അടുത്തൊരു ഗ്യാരേജ് ഉണ്ട്. ഒരു സ്മോൾ വീഡിയോ ആണ്, ബിക്കോസ് അറിയാലോ ഗൈസ് ഇതിൻ്റെയൊക്കെ പറ്റി ആകെ ഒരു ഇതിലാണ് ഇരിക്കുകയാണ്. എനിക്കാണെങ്കിൽ വീടിയുടെ ഒരു മൂഡിലായിരുന്നു. ഞാൻ പിന്നെ ഡ്രൈവിങ്ങിൽ ബെസ്റ്റ് ആയതുകൊണ്ട് തന്നെ പ്രശ്നമില്ല ഗൈസ്. അടുത്ത വീഡിയോ പറഞ്ഞായിരിക്കും. അടുത്ത ഏത് വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാലും ഞാനും കാര്യങ്ങൾ ഇട്ട് തരാം. നമുക്ക് ഹൈവേ വഴി പോയാലോ. ഹൈവേ വഴി പോവാ. റോട്ടിൽ കൂടി വേണോ വണ്ടി ഓടിക്കണേ ഗൈസ്. നിങ്ങൾക്ക് തും സഹൂറിനെ അറിയാവോ? ഞാൻ പിന്നെ പണ്ട് പ്രോ ഡ്രൈവർ ആയതുകൊണ്ടേ പ്രശ്നമില്ല. കണ്ടാ ഞാൻ സീനാ ഗൈസ്. ഇത് 1 വേ ആണ്. 1 വേ എന്ന് പറയാം. കണ്ട നമുക്ക് ഈ സൈഡിൽ കൂടി ആർക്കും ഒരു ഉപദ്രവം ഇല്ല. അതുപോലെ അവളൊക്കെ ലോറി ഇടയ്ക്ക് വരാറുണ്ട്. ഞാൻ ഇതിലെ കൂടിയൊക്കെ റോൾസ് റോയ്സ് ഓടിക്കാൻ എടുത്തുകൊണ്ട് പോകാറുണ്ട്. ഇടയ്ക്കിലെ കൂടി ലോറിയൊക്കെ വരാറുണ്ട്. ഇത് ലോസ് ആൻഡോസാ. പേര് കണ്ടുപോകുന്ന അറിയില്ലായിരുന്നു. കാണാൻ പറ്റില്ല. ലോസ് ആൻഡോസാണ്. നിങ്ങളൊന്ന് ബാക്ക് അടിച്ച് നോക്കി അറിയാം.
ഇവിടെ നിന്ന് എത്ര സൗണ്ടെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. അത് പോലീസാണ്. ഇത് ഇങ്ങോട്ടും ഞാൻ പോകണം. ശരി എന്നാ അത് നമ്മളെന്തായാലും നമ്മുടെ ടാബിലങ്ങാര ചാർജ് ഇല്ലേ, നമ്മളതുകൊണ്ട് ഇതാണ് കഷ്ടപ്പാടാണ്. അപ്പോൾ ഇവളാണെങ്കിൽ പ്രവീൺ പ്രണവിൻ്റെ വീഡിയോ ഭ്രാന്താണ് എൻ്റെ ഇത്താവൊക്കെ. സാബു ആണെങ്കിൽ നമ്മൾ പുറകെ കയറിയിരുന്ന് വരുമോ. സാബു മോയടാ നമുക്കില്ലേ ഇതിനെക്കൂടെ ട്രെയിൻ വരുമെന്ന് പറയാൻ പോയതാ. ജസ്റ്റ് മിസ് ഇങ്ങനെ ഒന്ന് അപ്പോൾ തന്നെ വളച്ച് എൻ്റെ ഡ്രൈവിങ് കിൽസാ. നമുക്ക് ഇങ്ങോട്ടേക്ക് പോവാം. ഇവിടെയാണ് ഞാൻ ഡെയിലി ഡ്രസ്സ് വാങ്ങിക്കാറ്. ഇവിടെ നിന്നാണ് ഞാൻ ഡ്രസ്സും കാര്യങ്ങളും വാങ്ങിക്കാറ്. ഗണ്ണൊക്കെ ഉണ്ട്. ഗണ്ണൊക്കെ വീല് ചെറുക്കനെ ഇരുത്തിക്കൊണ്ടാണ് വീല് ചെയ്തത്. ആ ഫ്രണ്ടിൽ വെക്കണ എൻ്റെ വണ്ടിയല്ല, വേറെ വണ്ടിയാണ്. നമ്മളും കാര്യങ്ങളും എന്തായാലും ഇറങ്ങി എന്തിനാ സാബു മോനെ കയറി. ഞാനൊരു പൊട്ടനാ. നമ്മളും കാര്യങ്ങൾ പോവാൻ പോണത്. അൽഹംദുലില്ലാ. ഇതൊക്കെ ഏതാണ് സുബ്ഹാനല്ലാഹ് എന്തൊക്കെയോ വരുന്നത് ഗൈസ്. നമുക്ക് ലൈവ് പോകണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, ലൈവ് പോവാം. നമ്മളാണെങ്കിൽ ഈ ട്രാഫിക്കൊന്നും അത്ര ഇതില്ല. നിങ്ങൾ GTA San Andreas കളിക്കാറുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ ഗൈസ്. ഇവിടെ എയർപോർട്ടൊക്കെ ഉണ്ട്. എനിക്കങ്ങനെ പ്ലെയിനോട് ചെയ്യാൻ അറിയാൻ പാടില്ലേ. പോണ വഴിക്ക് കാണിച്ചില്ല, എയർപോർട്ട് കാണിച്ചില്ല. എയർപോർട്ട് കാണിച്ച് നമുക്ക് തിരിച്ചു വരുമ്പോൾ കാണിച്ചില്ല എയർപോർട്ട് കേട്ടോ ഗൈസ്. നമുക്കെന്തായാലും ആ എയർപോർട്ടിൽ വെച്ച് വൈൻഡപ്പ് ആക്കാം നമ്മുടെ വീഡിയോ. കാരണം ഇതാട്ടെ ഗൈസ് എയർപോർട്ട് ഫ്രണ്ടിൽ കാണുന്നത്. എയർപോർട്ട് സെക്യൂരിറ്റി. എടാ നിനക്ക് എന്താണ് സാബ് അടങ്ങിയിരുന്നേ. എന്തിൻ്റെ സൂക്കടോ ചെറുക്കൻ്റെ ഡെസേർട്ടികളോ ഒക്കെ ഗൈസ്. നമ്മൾ സ്ഥലത്താറായി അടുത്ത ഗ്യാരേജിൽ. ഇതൊക്കെ എൻ്റെ വീടാണ്. സാൻ ആൻഡ്രസിൻ്റെ ഫുൾ മാപ്പിൻ്റെ ഉണ്ട് ഗൈസ്. ലുക്ക് അറ്റ് ദിസ്. പൈസ നിങ്ങൾ കണ്ടായിരുന്നോ? അതാണ് ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇപ്പോഴൊന്നും കളി തുടങ്ങിയതല്ല. ഞാൻ നിങ്ങൾക്ക് ഓരോ വീഡിയോ കാണിക്കുമ്പോഴും ഓരോ ഇതിലും എൻ്റെ ഇതുണ്ട് ഗൈസ്. ഇത് വോൾസ്വാഗൻ്റെ മറ്റേ വണ്ടി കുറച്ച് പുറകിലോട്ട് ഇറക്കി കാണിച്ചു തരാം. എടാ എൻ്റെ വണ്ടിയുടെ ടയറ്. എടാ സാബുവിനെ അവിടെ ഇട്ട് പൂട്ടി ഉടച്ചു പോയ ബൈക്കിൻ്റെ ടയറ്. ഗൈസ് ഇവിടെ ഒരു ഫൈറ്റ് നടക്കാൻ പോവാണ്. അത്രേ ഉള്ളൂ. നമ്മളെ അടിച്ചാൽ നമ്മൾ തിരിച്ചടിക്കും ഗൈസ്. എന്തോരം പൈസ. ഇങ്ങനെയൊക്കെയാണ് പൈസ ഉണ്ടാക്കിയേ. നമുക്ക് ഗൈസ് ഇതാണ് ഗൈസ് നമ്മുടെ വണ്ടിയും കാര്യങ്ങളും. സാബ് ഓടിയോ? ഇവിടെ ഉണ്ടോ? ഈ ഒരു വണ്ടിയും കൂടെ ഉള്ളൂ. അപ്പോൾ നമുക്കിനി എയർപോർട്ടിലും കാര്യങ്ങളും പോയി അതിൻ്റെ ഒപ്പം കാണാൻ ഗൈസ് വണ്ടിയുടെ ടയറും കാര്യങ്ങളും പോയി. ബൈക്കൊന്ന് സെറ്റാകാൻ പറ്റുമെന്ന് നോക്കാം ഗൈസ്. കാരണം ബൈക്കിൻ്റെ ടയറും കാര്യങ്ങളും പോയി ഞാൻ അവിടെ കൊണ്ട് ഇട്ടായിരുന്നു. എങ്ങനെയെങ്കിലും വണ്ടി എടുക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് എടുക്കാമായിരുന്നേ. ഓക്കെ വണ്ടിക്ക് പ്രശ്നമൊന്നുമില്ല ഗൈസ്. ഫ്രണ്ടിലത്തെ ടയർ എന്തോ ആയിട്ട് നമുക്കിപ്പോൾ സെറ്റാക്കാം. എൻ്റെ ഉള്ളിൽ കയറ്റിയിട്ട് ഇത്തിരി മാജിക് വേണേ ഗൈസ്. ഒരു മാജിക് കാണിച്ചിട്ട് ബാബു മോന് എന്താ അവിടെ ഇരിക്കാൻ പോകണം. ബാബു ഒരു മാജിക് സ്പെല്ലിൽ പോകും ഗൈസ്. മാജിക് സ്പെല്ലൊക്കെ ഊതി ഇനി നമ്മളും കാര്യങ്ങളും പോയി നമ്മുടെ വണ്ടി എടുക്കുകയാണെങ്കിൽ പ്രശ്നമില്ല. കണ്ടോ ഒരു പ്രശ്നവും ഇല്ല ഗായ്സ്. അതാണ് ഗായ്സ് ഒരു പ്രശ്നം ഗായ്സ്. അപ്പോൾ നമ്മൾ നേരെ പോകണ സാബു പോലീസ് സുബ്ഹാനല്ലാഹ് അടങ്ങിയിരുന്നാണ് സാബു സീനാണ് ഗായ്സ്. ഒരു വിൻറ്റേജ് അംബാസിഡർ ഇല്ല കിടക്കണ കണ്ട ഞാൻ. ഒക്കെ അത് ശരി ഞാൻ എൻ്റെ മേളിൽ കൂടി ഗായ്സ് ആകപ്പാടി ഒരു പ്ലെയിനേ ഉള്ളൂ. നോക്കൂ ഗായ്സ് ഇതാണെങ്കിൽ ഓടിക്കല്ല. അടുത്തേൽ നമുക്ക് മാസ്റ്റർ ഇർഫാൻ പൈലറ്റിൻ്റെ കാണാം. സാബു അങ്ങാളെ ഒരു വൈൻഡപ്പ് എടുത്ത് കെട്ടോ. അന്നേരം സാബു ഓക്കെ റെഡി 1 2 3 സാബു ഇവിടെ നിൽക്കണം. ഞാൻ തോക്ക് പിടിക്കണം. സാബു നിൻ്റെ സെയിം തോക്കി എപ്പോൾ വേണം പിടിക്കുക. അപ്പം ഗൈസ് ഇത് അപ്പോൾ വെയിറ്റ് ചെയ്യുക സാബു. നമുക്ക് ഗൈസ് സെറ്റാക്കിയിട്ട് വരാം. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ.
എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. സാബുവിനെ നമുക്ക് വീഡിയോ കാണാൻ പറ്റില്ല, ഇവിടെ വീഡിയോ കാണാം. അപ്പോൾ സാബു ഈസ് അവർ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. അപ്പം ബൈ ബൈ.